നമസ്കാരം. ഇനി വരുന്ന 5 വർഷം ആരായിരിക്കും നമ്മളെ ഭരിക്കുക എന്ന് നിശ്ചയിക്കപ്പെടുന്ന ദിവസം ഇന്നാണ്. രാവിലെ 7 മണിക്ക് എല്ലായിടത്തും തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറുകൾ മൂലം അല്പം സാവകാശം നേരിടുന്നുണ്ടെങ്കിലും മിക്കയിടങ്ങളിലും ഫലപ്രദമായി തന്നെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ രാവിലെ മുതൽ ക്യൂ നിൽക്കുന്നവരെ പല ബൂത്തുകളിലും കാണാം. ജനങ്ങൾ ആവേശത്തോടുകൂടി വോട്ട് ചെയ്യുന്നു. വോട്ടിംഗ് ശതമാനം ഉയരും എന്ന സൂചനയാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. കടക്കൂ പുറത്ത് എന്ന് ജനങ്ങളോട് ആക്രോശിച്ച, ഡാഷ് മോനെ എന്ന് വിളിച്ച് ജനങ്ങളെ അധിക്ഷേപിച്ച ഒരു ഭരണാധികാരിയോട് ഡാഷ് മോനെ കടക്കൂ പുറത്ത് എന്ന് ജനങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഏക അവസരമായി ഇത് വിനിയോഗിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് സമൂഹം. ഇതിൻ്റെ അനുരണനങ്ങൾ ഇന്നലെ സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നു. ഇന്നലെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനമായിരുന്നു. എന്ന് വെച്ചാൽ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാനോ യോഗം നടത്താനോ ആർക്കും അധികാരമില്ല. എന്നാൽ വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കുമൊക്കെ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കാം. അത്തരത്തിൽ പല നീക്കങ്ങളും ഇന്നലെ നടന്നു. ഈ നിശബ്ദ പ്രചരണ ദിനത്തിലാണ് പൊതുവെ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും പണം കൈകാര്യം ചെയ്യുന്നത്. പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ ചില വോട്ടുകൾ ഉറപ്പിക്കാൻ പണം കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും അത് കൃത്യമായി കുറിച്ചു വെച്ചിട്ട് പണം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന പതിവ് എല്ലായിടങ്ങളിലുമുണ്ട് എന്നത് വാസ്തവമാണ്. ഉന്നതികൾ എന്ന് വിളിക്കുന്ന സെറ്റിൽമെൻറ്റ് കോളനികളിൽ പലപ്പോഴും ഇത്തരം പണമിടപാടുകൾ പതിവാണ്. ഇതിനുവേണ്ടി മാത്രം ആ ഉന്നതികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഉന്നതികളിൽ സ്വാധീനമുള്ള ചില ശക്തികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പണം നൽകാൻ എത്തുമെന്നറിഞ്ഞ് എതിരാളികൾ അവരെ കുരുക്കാനും വഴികളൊരുക്കും. ഇത് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ പണം കൊടുക്കുന്ന പ്രക്രിയയുടെ ഭാഗത്തെങ്ങും സ്ഥാനാർത്ഥികൾ സാധാരണ എത്താറില്ല. വളരെ സൂക്ഷ്മതയോടെ സംഘം ചേർന്ന് പണം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വരാതിരിക്കാൻ ജാഗ്രതയോടെയാണ് പലപ്പോഴും ഇത്തരം ഇടപാടുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വിവാദത്തിൽ ചെന്നുപെട്ടപ്പോൾ പലരും നെറ്റിച്ചുളിച്ചത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി മാത്രമല്ല, മിക്ക പാർട്ടികളിലെയും മിക്ക സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും സംസ്ഥാന വ്യാപകമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും എന്നത് വാസ്തവമാണെങ്കിലും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ഈ പണി എങ്ങനെയാണ് ഉത്തരവാദിത്വമില്ലാതെ ശോഭാ സുരേന്ദ്രൻ്റെ സംഘം ചെയ്തത് എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഇന്നലെ അത് വലിയ വിവാദത്തിന് കാരണമായി. വെള്ള സാരി ഉടുത്ത മുല്ലപ്പൂ അണിഞ്ഞ ഒരു സ്ത്രീ നടന്നു പോകുന്നതും ഒരു വീട്ടമ്മയ്ക്ക് പണം കൊടുക്കുന്നതുമായ ദൃശ്യമാണ് ആദ്യം പുറത്തു വന്നത്. അതേ സ്ത്രീ അവിടെ നിന്നിറങ്ങി മുമ്പോട്ട് നടന്നു പോകുന്ന ദൃശ്യവും പുറത്തു വന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ വാഹനം തടയുകയും ചിലർ ശോഭയെ ചോദ്യം ചെയ്യുകയും ആ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ക്ഷുഭിതയായി പുറത്തിറങ്ങി വന്ന ശോഭാ സുരേന്ദ്രൻ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ദൃശ്യങ്ങളോടെയാണ് വിവാദം ആരംഭിക്കുന്നത്. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക എവിടെ നിങ്ങളുടെ തേങ്ങയിലെ എവിടെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഇത് ചെറിയ തോതിലല്ല ശോഭാ സുരേന്ദ്രന് ക്ഷീണമുണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നത് നിസ്സാരമായ പരിക്കല്ല ഏൽപ്പിക്കുന്നത്. ശോഭ ഇതിന് വിശദീകരണവുമായി രംഗത്ത് വന്നു. ശോഭ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ സ്ത്രീയെ തനിക്കറിയില്ല, താനോ BJP-ക്കാരോ പണം കൊടുത്തിട്ടില്ല, ആ സ്ത്രീ കൊടുത്തത് പണമാണ് എന്ന് പോലും ഉറപ്പില്ല. 2, തൻ്റെ കാറ് തടഞ്ഞ് തൻ്റെ ദൃശ്യങ്ങൾ പകർത്തി തൻ്റെ മേൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണ് താൻ. ആ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതുകൊണ്ടാണ് താൻ അയാളുടെ കരണത്തടിക്കും എന്ന് പറഞ്ഞത്. സ്ത്രീ എന്ന നിലയിൽ അത് തന്നെയാണ് തൻ്റെ നിലപാട്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിൽ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്.
ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ പിറകിൽ നിൽക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിന്റെ മുൻസീറ്റിലിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഇതോടുകൂടി ശോഭയെ കുരുക്കിയതായിരിക്കും എന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലെത്തി. ശോഭയെ കുരുക്കിയതാണെന്ന് വിശ്വസിക്കുന്ന നിധിൻ മോളി ഇങ്ങനെ എഴുതി: പാലക്കാട് BJP പണം നൽകിയെന്ന് ആരോപിക്കുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിലെ ചതി മനസ്സിലാവും. BJP സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു പോയതിനു ശേഷം വെള്ളച്ചുരിദാറും തലയിൽ മുല്ലപ്പൂവും ചൂടിയ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവിടുത്തെ പ്രായമായ സ്ത്രീയുടെ കയ്യിലെന്തോ വെച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തൊട്ടടുത്ത മതിലിനപ്പുറത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശേഷം ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ മറ്റൊരു സ്ഥലത്ത് BJPയുടെ പ്രചാരണ വാഹനങ്ങൾക്ക് സൈഡിലൂടെ നടന്നു പോകുന്നു. അവർ ഒരു വാഹനത്തിലും കയറുന്നതായോ അവർ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നതായോ വീഡിയോയിലില്ല. അങ്ങനെ സൈഡിലൂടെ പോയ അവർ BJPയുടെ കൂടെയുള്ളതാണെന്ന് തോന്നാനാണ്. ശേഷം വീഡിയോയിലുള്ളത് അതേ വെള്ള ചുരിദാറും തലയിൽ മുല്ലപ്പൂവുമുള്ള സ്ത്രീ ആ വയോധികയുടെ വീട്ടിലെത്തി പണം വാങ്ങിയത് പിടികൂടുന്ന രംഗമാണ്. അവർ കുമ്പിടിയാണെന്ന് തോന്നുന്നു. വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതേ ടീം കാറുമെടുത്ത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ വാഹനം തടഞ്ഞ് കാശ് കൊടുക്കുന്നുവെന്ന ആരോപണം പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വീഡിയോ പിടിക്കുന്നു. ഈ സമയം തൻ്റെ വീഡിയോ എടുത്ത് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കാൻ നോക്കിയവർക്കെതിരെ ശോഭ കാറിൽ നിന്നിറങ്ങി പ്രതികരിക്കുന്നു. വീഡിയോ എടുത്താൽ അടികൊള്ളുമെന്ന് പറയുന്നു. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. ഇത് ക്ലിയർ ട്രാപ്പാണ്. ഇലക്ഷൻ തലേദിവസം ആയതുകൊണ്ട് ആളുകൾ സത്യം അറിഞ്ഞു വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിരിക്കും എന്ന് വ്യക്തമായ ധാരണയോടെ ചെയ്ത ചതിയാണ്. എന്തുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം പകർത്തിയില്ല, എന്തുകൊണ്ട് ആ സ്ത്രീ കാറിൽ കയറുന്ന ദൃശ്യമില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നതോടെ ശോഭയെ കുരുക്കിയതാണോ എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു വന്നു. എന്നാൽ ശോഭയുടെ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇത് രണ്ടുമാണ് സാഹചര്യമെങ്കിൽ, ആ സ്ത്രീയെ ശോഭയ്ക്ക് പരിചയമില്ലെങ്കിൽ, പണം കൊടുത്ത സംഭവവുമായി ബന്ധമില്ലെങ്കിൽ ഇതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ശോഭ പ്രതികരിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയും മീഡിയ വണ്ണിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ശോഭയുടെ ആത്മവിശ്വാസക്കുറവ് വ്യക്തമായിരുന്നു. പിന്നീട് ആ സ്ത്രീയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. സിമി സജീവൻ എന്നാണ് അവരുടെ പേരെന്നും അവർ ശോഭാ സുരേന്ദ്രൻ്റെ ക്യാമ്പയിനിൽ സജീവമായിരുന്നെന്നും വ്യക്തമാകുന്നു. പ്രധാനമന്ത്രി മോദി പാലക്കാട് സന്ദർശിച്ചപ്പോൾ അടക്കം അവർ സജീവമായ രംഗത്തുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി പാലക്കാട് BJP ഓഫീസ് സന്ദർശിക്കുമ്പോൾ അവർ അവിടെയും ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള ചിത്രവും പുറത്തു വന്നു. ഇതോടുകൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വിശ്വസനീയമല്ലാതായി. ഇപ്പോഴും ബാക്കിയാവുന്നത് ശോഭാ സുരേന്ദ്രനെ ചതിച്ചത് ആരെ എന്നതാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ ശോഭ വിജയിക്കരുതേ എന്ന് വാശിയോടെ പ്രവർത്തിക്കുന്ന BJPയിലെ തന്നെ ചില നിഗൂഢ ശക്തികളുണ്ട്. അവർ ബോധപൂർവം ശോഭാ സുരേന്ദ്രനെ ഒറ്റിക്കൊടുത്തതാവും എന്ന് വിശ്വസിക്കുന്നവരാണ് BJP പ്രവർത്തകരിൽ ഏറെയും. ശോഭാ സുരേന്ദ്രൻ വിജയിച്ചേക്കും എന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അത് അട്ടിമറിക്കാൻ BJPക്കാരുടെ തന്നെ ഒത്താശയോടെ നടത്തിയ ഗൂഢാലോചനയിൽ ശോഭ പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കുന്നത് ശോഭ മാത്രമല്ലെങ്കിലും പിടിക്കപ്പെടുന്നത് ശോഭയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് എന്നത് ശോഭയ്ക്ക് തീർച്ചയായും ക്ഷീണം ചെയ്യാതിരിക്കില്ല. യാതൊരു ഗിമ്മിക്സുകളുമില്ലാതെ വിജയം ഉറപ്പായിരിക്കവേ ഈ വിവാദത്തിലേക്ക് ചെന്നുപെട്ടതോടെ പടിക്കൽ കൊണ്ടുപോയി ശോഭ കലമുടച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. ഞാനിതേക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആളുകൾ വോട്ട് ചെയ്യാനുള്ളത് ആർക്കെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ശോഭയ്ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവർ ഈ സാഹചര്യം കൊണ്ട് മാറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊന്നും അവസാന നിമിഷത്തെ ജനവിധിയെ അട്ടിമറിക്കില്ല എന്നാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വിവാദം നിരാശാജനകമാണ് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ശോഭാ സുരേന്ദ്രനോ അവരുടെ കൂടെയുള്ളവരോ സാമ്പത്തിക ഇടപാടിന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
അത് അങ്ങേയറ്റം ഖേദകരമാണ്. ജനാധിപത്യത്തെ പണം കൊടുത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അത് അംഗീകരിക്കാനോ അനുവദിക്കാനോ പാടില്ല. അതേസമയം ശോഭ ബലിയാടാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്ന് ശോഭ പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ചതിയുമാണ്.